ആമേൻ. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്നാൽ നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പോലെ പ്രതിബിംബിക്കുന്നവരായി എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുമെന്നല്ല, പെടുന്നു. എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തേജസ് നിന്നിൽ വെളിപ്പെട്ടിരിക്കുക. അത് പകരപ്പെട്ടുകൊണ്ടേയിരിക്കുക. നീ ഇങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ രൂപാന്തരപ്പെടുകയാണ്. യേശു അന്ന് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ഒരു രൂപാന്തരപ്പെടുന്ന അനുഭവമുണ്ടായി. നമ്മൾ ഇതുപോലെ രൂപാന്തരപ്പെടുകയാണ്. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. അവൻ്റെ സ്വരൂപം എന്താ? അവൻ തേജസ് അവനെ പൊതിഞ്ഞു നിൽക്കുക. അതുപോലൊരു തലത്തിലേക്ക് വിശ്വാസിയെ നിന്നെ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ദിനം വരാൻ പോകുകയാണ്. ഈ ഭൂമിയിൽ ഇപ്പോൾ തന്നെ നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ആ തേജസ് നിന്നിലേക്ക് വന്ന ആ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ കാഴ്ചപ്പാട് വേറെ, അതുകൊണ്ടാണ് നിന്റെ ചിന്തകൾ വേറെ, അതുകൊണ്ടാണ് നിന്റെ വാക്കുകൾ വേറെ, അതുകൊണ്ടാണ് നിന്റെ സംസാരവും ഇടപെടലും വേറെ. മറ്റൊരു സ്വഭാവം നിന്നിൽ വന്നിരിക്കുന്നത് ഈ തേജസ് നിന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു സ്വഭാവം നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്നതിന്റെ പുറകിലെ കാര്യം എന്തെന്നറിയാമോ? സ്വർഗവുമായിട്ട് അനുരൂപപ്പെടുകയാണ്, യേശുവുമായിട്ട് അനുരൂപപ്പെടുകയാണ്. ആ തേജസ്സിലേക്ക് സ്വർഗം നിന്നെ വലിച്ചെടുപ്പിക്കുക. ആമേൻ.